ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുമുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ലെജൻസ് ദാറ്റ് എക്കോ എന്ന ചാപ്റ്റർ നമ്മളിവിടെ തുടങ്ങുകയാണ്. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. എനിക്ക് കഥകൾ വായിക്കുന്നതിലും ഇഷ്ടം ആരെങ്കിലും വായിച്ചു തരുന്നതാണ്, അതും സ്നേഹത്തോടെ. ശ്രീ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാല എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. 1909 മുതൽ 1934 വരെയുള്ള 25 വർഷ കാലയളവിൽ അദ്ദേഹം എഴുതിയ 128 കഥകൾ അടങ്ങുന്നവയാണ് ഐതിഹ്യമാല. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി 60-ൽ അധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്മാരകം എന്ന നിലയിൽ അറിയപ്പെടുന്നത് ഐതിഹ്യമാല തന്നെ. ഈ 128 കഥകളിൽ എല്ലാം ഒന്നും ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു ശതമാനം വായിച്ചിട്ടുണ്ട്. ഈ കഥകൾ 100-150 വർഷങ്ങളോളം പഴക്കമുള്ളവയായതിനാൽ ഇത് നടക്കുന്നത് ഇന്നത്തെ കേരളത്തിലല്ല. 1956-ലാണല്ലോ നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. ഈ കഥകൾ നടക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിലല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവരണത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതാത് ദേശത്തെ കഥകളെ അതാത് സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ദേശത്തിന്റെ പരാമർശമൊന്നുമില്ലാത്ത കഥകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെജൻസ് ദാറ്റ് എക്കോ എന്ന ചാപ്റ്ററിലെ ഐതിഹ്യമാല കഥകളെ വിവരിക്കാനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സായാഹ്ന ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഐതിഹ്യമാലയാണ്. ലെജൻസ് ദാറ്റ് എക്കോ ട്രാവൻകൂർ സീരീസിൽ നിങ്ങൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 101-ാമത്തെ കഥയായ പനച്ചിക്കാട് സരസ്വതിയെക്കുറിച്ചാണ്. കേരളത്തിലെ സരസ്വതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പേരുകേട്ടതും പ്രധാനപ്പെട്ടതുമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. നിങ്ങളിൽ ആരെങ്കിലും പനച്ചിക്കാട് ഭാഗത്തു നിന്നുള്ളവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ കഥ കേട്ടിട്ടുണ്ടാവും. അമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും പറഞ്ഞു തന്നു. ഇല്ലെങ്കിൽ അവരോട് ഇന്ന് ചോദിക്കണേ. പനച്ചിക്കാട് എന്ന് പറയപ്പെടുന്നത് ഉത്തര തിരുവിതാംകൂറിൽ കോട്ടയം താലൂക്കിൽ ചേർന്നതും കാടമുറി ഗ്രാമത്തിൽ ഉൾപ്പെട്ടതുമായ ഒരു പ്രദേശമാണ്. അവിടെ കിഴുപ്പുറത്ത് നമ്പൂരിയുടെ ഇല്ലത്ത് പണ്ടൊരു കാലത്ത്, കൊല്ലവർഷം 6-ാം ശതാബ്ദത്തിലെന്നാണ് കേൾവി, ഒരു നമ്പൂരിയും അദ്ദേഹത്തിന് ധർമ്മഭക്തി മാത്രമായി തീർന്നു. നമ്പൂരിക്ക് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് പുരുഷ സന്താനമൊന്നും ഉണ്ടായില്ല. അതിനാൽ നമ്പൂരി വിഷാദിച്ച് ഗംഗാസ്നാനത്തിനായി പുറപ്പെട്ടു. അങ്ങനെ പോയ വഴിക്ക് അദ്ദേഹം മൂകാംബികയിൽ ചെന്ന് ചേരുകയും അവിടെ ഏതാനും ദിവസം ഭഗവതിയെ ഭജിച്ചിട്ട് പോകാമെന്ന് നിശ്ചയിച്ച് ഭജനം ആരംഭിക്കുകയും ചെയ്തു. നമ്പൂരി ദൃഢഭക്തിയോടുകൂടിയ ഒരു സംവത്സരം ഭജിച്ചു. അതിനിടയ്ക്ക് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, അങ്ങ് ഇനി ഗംഗാസ്നാനം ചെയ്താലും അങ്ങേക്ക് ഈ ജന്മത്തിൽ സന്തതികൾ ഉണ്ടാവുക അസാധ്യമാണ്. അതിനാൽ കഷ്ടപ്പെടണമെന്നില്ല. നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയിക്കോളൂ. അങ്ങയുടെ ഇല്ലത്തിനടുത്തുള്ള കരുനാട്ടില്ലത്ത് ഇപ്പോൾ ഒരു അന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് ആ ഇല്ലത്തെ ഗൃഹസ്ഥനോട് അദ്ദേഹത്തിന്റെ അന്തർജനം പ്രസവിച്ച് 2 ഉണ്ണികൾ ഉണ്ടാവുമെന്നും അതിലൊരുണ്ണിയെ അങ്ങേക്ക് തരണമെന്നും പറയുക. അദ്ദേഹം സമ്മതിച്ച് സസന്തോഷം ഒരു ഉണ്ണിയെ അങ്ങേക്ക് തരും. ആ ഉണ്ണിയെ മുലകുടി മാറിയാലുടനെ വാങ്ങി അങ്ങയുടെ പുത്രനെ പോലെ വളർത്തുകയും ആ പുത്രനെ കാലമാവുമ്പോൾ വിവാഹം ചെയ്യുകയും ചെയ്യണം. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടാകും. പിന്നെ എന്നും അങ്ങയുടെ ഇല്ലത്ത് പുരുഷന്മാർ 10 പേരിൽ കുറയാതെ ഉണ്ടാകുന്നതായിരിക്കും. അങ്ങ് ഒട്ടും സംശയിക്കേണ്ട. സകല കാര്യങ്ങളും സാധിച്ചു തരുന്നതിനായി ഞാനും അങ്ങയുടെ കൂടെ പോരാം എന്ന് പറഞ്ഞതായി തോന്നി. ഉടനെ അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഇത് മൂകാംബിക ദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് നമ്പൂരി പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ദേവിയെ വന്ദിച്ച് ഊണും കഴിച്ച് മടങ്ങിപ്പോന്നു. അദ്ദേഹം സ്വദേശത്തെത്തിയ ക്ഷണത്തിൽ തന്നെ കരുനാട്ടില്ലത്ത് ചെന്ന് അവിടുത്തെ ഗൃഹസ്ഥൻ നമ്പൂരിയെ കണ്ട് അദ്ദേഹത്തിന്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് 2 ഉണ്ടുകൾ ഉണ്ടാവുമെന്നും അതിലൊരുണ്ണിയെ തനിക്ക് തരണമെന്നും പറഞ്ഞു. അവിടെ അപ്പോൾ അന്തർജനത്തിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു. കിഴപ്പുറത്ത് നമ്പൂരിയുടെ വാക്ക് കേട്ടപ്പോൾ കരുനാട്ട് നമ്പൂരി ഏറ്റവും സന്തോഷിക്കുകയും 2 ഉണ്ണികൾ ഒരുമിച്ചുണ്ടാകുന്ന പക്ഷം ഒരുണ്ണിയെ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അനന്തരം കിഴപ്പുറത്ത് നമ്പൂരി കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കുളിക്കാൻ പോയി. അവിടെ ആ ദേശത്തുള്ള ഒരു കുളത്തിലാണ് നമ്പൂരി കുളിക്കാൻ പോയത്. നമ്പൂരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിന്റെ പടിഞ്ഞാറേ കരയിൽ വെച്ചിട്ട് കുളത്തിലേക്ക് ഇറങ്ങി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്ന അദ്ദേഹം കുടയെടുക്കാൻ നോക്കിയപ്പോൾ കുട നിലത്ത് നിന്ന് ഇളകാത്ത വിധത്തിൽ അവിടെ ഉറച്ചു പോയിരുന്നു. ഇതെന്തൊരത്ഭുതം എന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന സമയം എവിടെ നിന്നോ ഒരു ദിവ്യപുരുഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട്, മൂകാംബിക ദേവി അങ്ങയുടെ കൂടെ പോന്ന് ഈ കുടയിൽ ഇളകൊണ്ടിരിക്കുകയാണ്.
ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയാലല്ലാതെ കുട ഇവിടെ നിന്ന് ഇളക്കി പോവുകയില്ല. ഈ കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ സ്വല്പം തെക്കുമാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട്. അതെടുത്തു കൊണ്ടുവന്ന് ദേവിയെ അതിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തിയാൽ മതി. എന്നാൽ ആ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ തപസ് ചെയ്ത് താമസിച്ചിരുന്ന ചില ദിവ്യന്മാർ വെച്ചു പൂജിച്ചിരുന്നതിനാൽ ആ ബിംബത്തിങ്കിൽ പൂജ കഴിക്കുവാൻ തക്കവണ്ണം തപശക്തിയുള്ളവർ ഇപ്പോൾ ഭൂലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ ആ ബിംബത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് ഇവിടെ കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി. പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിന് നേരെ പടിഞ്ഞാട്ട് ദർശനമായി ഒരു അർച്ചനാബിംബം കൂടി സ്ഥാപിച്ചു കൊള്ളണം. പൂജാ നിവേദ്യങ്ങളെല്ലാം ആ അർച്ചനാബിംബത്തിൽ അർപ്പിച്ചാൽ മാത്രം മതി. മറ്റേ ബിംബത്തിൽ വന്ദിക്കുകയും ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ ദേവി പ്രസാദിക്കും. എന്നാൽ കാട്ടിൽ കിടക്കുന്ന ആ ബിംബം എടുത്തുകൊണ്ടു പോരുന്നതിന് സ്വല്പം ഒരു പ്രതിബന്ധമുണ്ട്. അത് പറഞ്ഞേക്കാം. ആ ബിംബത്തിന് കാവലായി അവിടെ ഒരു യക്ഷിവാസമുണ്ട്. ആ യക്ഷിയെ സന്തോഷിപ്പിച്ച് സമ്മതിപ്പിക്കാതെ ബിംബം എടുത്തുകൊണ്ടു വന്നാൽ ആ യക്ഷി എന്തെങ്കിലും ആപത്തുണ്ടാക്കും. എന്നാൽ ആ യക്ഷിയെ പ്രസാദിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് തരിപ്പണം അഥവാ വറപൊടി ശർക്കരയും ഒരു കരിക്കും കൂടെ കൊണ്ടുപോയി ഒരു നിവേദ്യം കഴിച്ചാൽ മതി. പിന്നെ യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ ദിവ്യൻ അപ്പോൾ തന്നെ മറയുകയും ചെയ്തു. പിന്നെ കിഴപ്പുറത്ത് നമ്പൂരി ആ ദിവ്യൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുകയും അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും വേണ്ടതുപോലെ ഉണ്ടായിത്തീരുകയും അപ്പോൾ നമ്പൂതിരിയുടെ ഓലക്കുട വെച്ച സ്ഥാനത്ത് നിന്ന് എടുക്കാറാവുകയും ചെയ്തു. ഇപ്രകാരമാണ് പഞ്ചകാട സരസ്വതിയുടെ ആഗമം. അവിടെ ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയിരുന്ന ബിംബത്തിന് മാത്രമേ സ്വരൂപം കാണുന്നുള്ളൂ. അർച്ചനാബിംബമായി സ്ഥാപിച്ചിരിക്കുന്നത് മയിൽക്കുറ്റി പോലുള്ള ഒരു ശില മാത്രമാണ്. ഈ ബിംബങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ചുറ്റും മതിലുണ്ടെന്നുള്ളതല്ലാതെ മേൽപ്പുരയും മറ്റുമില്ല. ആ സ്ഥലത്തിന് നാലുപുറവും ഉയർന്ന സ്ഥലമാകുന്നതിനാൽ അവിടെ ചെന്ന് നോക്കിയാൽ സരസ്വതി ദേവി ഇരിക്കുന്നത് ഒരു കുളത്തിലാണെന്ന് തോന്നും. തെക്ക് പടിഞ്ഞാറുള്ള മലകളിൽ നിന്നും സദാ വെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നതിനാൽ ദേവിയെ കുടിയിരുത്തുന്ന സ്ഥലത്ത് വെള്ളമില്ലാത്ത കാലം ചുരുക്കമാണ്. ബിംബത്തിന്റെ പീഠത്തിന്മേൽ നിന്നുള്ള മുളച്ച കാടുകളും വള്ളികളും പടർന്നു പിടിച്ചു വന്നിട്ട് മിക്കപ്പോഴും ബിംബം സ്പഷ്ടമായി കാണാൻ വയ്യാതെയായിരിക്കും. അവിടെ ചെന്ന് നോക്കിയാൽ ആകപ്പാടെ അവിടെ ഒരു പുല്യ സ്ഥലമാണെന്ന് ആർക്കും തോന്നുകയും ചെയ്യും. ഈശ്വരഭക്തി മനസ്സിൽ അങ്കുരിക്കുകയും ചെയ്യുമെന്നുള്ളത് നിശ്ചയമാണ്. കിഴപ്പുറത്ത് നമ്പൂരിയോട് മൂകാംബിക ദേവി അരുളി ചെയ്തതുപോലെ കരുനാട്ടില്ലത്തെ അന്തർജനം ഇരട്ട പ്രസവിച്ച് രണ്ടുണ്ണികൾ ഉണ്ടാവുകയും ആ ഉണ്ണികളുടെ അച്ഛനായ നമ്പൂരി മുമ്പ് സമ്മതിച്ചിരുന്നതുപോലെ ഒരു ഉണ്ണിയെ കിഴപ്പുറത്ത് നമ്പൂരിക്ക് കൊടുക്കുകയും ചെയ്തു. കിഴപ്പുറത്ത് നമ്പൂരി ആ ഉണ്ണിയെ തന്റെ പുത്രനായി വളർത്തുകയും യഥാകാലം അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അതിൽ അദ്ദേഹത്തിന് മുറയ്ക്ക് 10 പുത്രന്മാരുണ്ടാവുകയും ചെയ്തു. അക്കാലം മുതൽ കിഴപ്പുറത്തില്ലത്ത് 10 പേരിൽ കുറയാതെ പുരുഷന്മാരുണ്ടായിരിക്കുക എന്നത് പതിവാണ്. ആ ഇല്ലക്കാരിപ്പോഴും ദേവിയെ ഭക്തിയോടുകൂടി സേവിച്ചു പോരുന്നതുകൊണ്ട് അവിടെ ഇനിയും പുരുഷ സന്താനങ്ങൾ വർദ്ധിച്ചു വരാനല്ലാതെ കുറഞ്ഞു പോകാൻ ഒരു കാരണവും കാണുന്നില്ല. പനച്ചക്കാട് സരസ്വതിയെ ഭക്തിപൂർവ്വം ഭജിക്കുന്നവർക്ക് സകലാഭിഷ്ടങ്ങളും സിദ്ധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിനാൽ ഇവിടെ നവരാത്രിക്കാലത്തും മറ്റും ഭജനത്തിനായി പ്രതിവർഷം അസംഖ്യം ആളുകൾ വരുന്നുണ്ട്. അവിടെ എന്ത് ഭജിച്ചാലും ഫലം സിദ്ധിക്കുമെന്നതിന് സംശയമില്ല. എങ്കിലും നവരാത്രി ഉൾപ്പെട്ട 12 ദിവസം വീതം 3 കൊല്ലം അടുപ്പിച്ചു മുടങ്ങാതെ ഭജിക്കുന്നത് വിശേഷമാണ്. അങ്ങനെ 3 കൊല്ലം 12 ദിവസം വീതം മുടങ്ങാതെ ഭജിക്കാൻ സാധിക്കുന്നവർക്ക് സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അത് സാധിക്കുന്നത് മിക്കവാറും അസാധ്യമാണ്. അവിടെ ഭജിക്കുന്നവരിൽ 105 വീതം ആളുകൾക്ക് പോലും വിചാരിക്കുന്നിടത്തോളം ദിവസം ഭജനം നിർവിഘ്നമായി നടത്താൻ സാധിക്കാറില്ല. 12 ദിവസം എന്ന് വിചാരിച്ച് ഭജനം തുടങ്ങിയാൽ 5-6 ദിവസം കഴിയുമ്പോൾ മുടങ്ങും. അങ്ങനെയാണ് പ്രായേണ പതിവ്. പുരുഷപ്രായമായവരാണ് ഭജിക്കുന്നതെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കണ്ട് ശരീരം ശുദ്ധം മാറും. കുട്ടികളാണെങ്കിൽ പനിയോ മറ്റോ ബാധിച്ച് കുളിക്കാൻ വയ്യാതെയാകും. ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. സ്വപ്നം കാണിച്ച് ശരീരം ശുദ്ധം മാറ്റുന്നത് അവിടെയുള്ള യക്ഷിയാണ്. അവിടെ അടുത്തുള്ള മലയിൽ ഒരു യക്ഷിയുടെ വാസമുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേവിയുടെ വിഗ്രഹം കാത്തുകൊണ്ട് മലയിൽ വസിച്ചിരുന്ന ആ യക്ഷി സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷമായി വന്നാണ് ഭജനത്തിന് വിഘ്നമുണ്ടാക്കി തീർക്കുന്നത്. അതിനാൽ അവിടെ ഭജനത്തിനായി ചെല്ലുന്നവർ ആദ്യം തന്നെ യക്ഷിക്ക് ഒരു നിവേദ്യം കഴിപ്പിച്ചിട്ടാണ് ഭജനം തുടങ്ങുന്നത്. എന്നാലും മനസ്സിന് നല്ല ധൈര്യവും ദേവിയെക്കുറിച്ച് നല്ലപോലെ ഭയഭക്തി വിശ്വാസമുള്ളവർക്ക് മാത്രമേ അവിടെ ഭജനം നിർവിഘ്നമായി നടത്താൻ സാധിക്കുകയുള്ളൂ. ദേവിയുടെ ചൈതന്യവും സാന്നിധ്യവും ഇപ്പോഴും അവിടെ ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തന്നെ വിശ്വസിക്കാം. ഇന്ദു കാന്താനനെ ദേവി തിന്തു കാരുണ്യവാസിനി എന്നുമെൻ നാവിൽ വന്നമ്മേ നിന്ന് നർത്തനമാടുക. ഇതാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പനച്ചക്കാട് സരസ്വതി എന്ന കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത
പരമ്പരാഗത കേരളീയ വാസ്തുശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു ശ്രീകോവിലിന്റെ അഭാവമാണ്. സരസ്വതി ദേവിയുടെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പരമ്പരാഗത കേരളീയ ക്ഷേത്രങ്ങളിൽ എന്ന പോലെ ശ്രീകോവിലോ മേൽക്കൂരയോ ഇല്ല. പ്രതിഷ്ഠാസ്ഥാനം ഒരു ചതുരാകൃതിയിലുള്ള പാറക്കെട്ടിൽ കൊത്തിയെടുത്ത കുളം പോലെയുള്ള ഒരു ഘടനയാണ്. ഇവിടം ദേവിയുടെ വാസസ്ഥാനമായി കണക്കാക്കുന്നു. കേരളീയ ക്ഷേത്ര ചരിത്രത്തിലും വാസ്തുവിദ്യയിലും സവിശേഷമായ സ്ഥാനമുണ്ട് പനച്ചക്കാട് സരസ്വതി ക്ഷേത്രത്തിന്. ദക്ഷിണ മൂകാംബിക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം വിജ്ഞാനം, കല, സംഗീതം എന്നിവയുടെ ദേവതയായ സരസ്വതിയുടെ ചൈതന്യം വർഷം മുഴുവൻ നിലനിൽക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. പനച്ചക്കാട് ക്ഷേത്രം കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ അതേ ചൈതന്യം ഉൾക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാലാണ് ദക്ഷിണ മൂകാംബിക എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത്. പനച്ചക്കാട് ക്ഷേത്രത്തിന്റെ ഏറ്റവും സവിശേഷമായ ആചാരങ്ങളിലൊന്നാണ് നിത്യേനയുള്ള വിദ്യാരംഭം. സാധാരണയായി പല ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം വിജയദശമി ദിനങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഇവിടെ ദിവസേന ഈ ചടങ്ങ് നടത്താൻ സൗകര്യമുണ്ട്. നവരാത്രി ഉത്സവത്തിലെ വിജയദശമി ദിനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്നതുമായ വിദ്യാരംഭം നടക്കുന്നത്. അടുത്ത തവണ നിങ്ങൾ കോട്ടയം ഭാഗത്തേക്ക് പോകുമ്പോൾ പനച്ചക്കാട് ക്ഷേത്രത്തിൽ പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യും. ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.